കേരള ഫുട്ബോളിൽ ടാലന്റ് ഡെവലപ്മെന്റ് എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. ഇന്ത്യൻ സോക്കർ ലീഗിൽ അതല്ലെങ്കിൽ ഐ ലീഗിലെല്ലാം കേരള പ്ലേയേഴ്സിന്റെ നമ്പർ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഏകദേശം 400ഓളം വരുന്ന ISL പ്ലേയേഴ്സിൽ നമുക്ക് വെറും 45 കളിക്കാർ മാത്രമേ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യൂ. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ 5 ഏജ് കാറ്റഗറിയിൽ ഇപ്പോൾ ഒരു പൈലറ്റ് എന്നുള്ള നിലയിൽ 7 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടൂർണമെന്റ് ഉണ്ട്. അപ്പോൾ ആ ടൂർണമെന്റിന് ഒരു ഗ്രേസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ചാക്കുള ഗോൾഡ് കപ്പ് നമ്മൾ റീഇൻസ്റ്റേറ്റ് ചെയ്ത് ഈ ഒരു കാറ്റഗറി പ്ലേയേഴ്സിന്റെ ടൂർണമെന്റിലെ ചാമ്പ്യൻ കപ്പായിട്ട് അതിനെ മാറ്റാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് ചാക്കുള ഗോൾഡ് കപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ യൂത്ത് ഡെവലപ്മെന്റ് ടൂർണമെന്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് 13, 14, 15, 16, 17 ഈ 5 ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ലീഗാണ് നടക്കുന്നത്. ഏകദേശം ഒരു ടീമിൽ 45ഓളം കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ക്ലോസ് ടു 1000 കുട്ടികളെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു 7000 ചില്ലുവാനും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് ഇത് മാറും. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1400ഓളം കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് നമ്മൾ 5 എലീറ്റ് സെൻറ്റേഴ്സിൽ കോച്ചിങ് കൊടുക്കാൻ, ഇയർ ലോങ് കോച്ചിങ് കൊടുക്കാനായിട്ടുള്ള പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ 1400 കുട്ടികളിൽ നിന്ന് നമ്മൾ 200 കുട്ടികളെ എടുത്ത് അവരെ നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്ക് മാറ്റും. അപ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഇന്ത്യൻ ഫുട്ബോൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ സാധിക്കണം. 1. 2, ഈ കളിക്കാരുടെ വരുമാനം നല്ല രീതിയിൽ ഉയർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കേരള ഫുട്ബോൾ അസോസിയേഷൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്കോർ ലൈൻ ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ആണ് ഈ 17 കഴിഞ്ഞിട്ടുള്ള ഏജ് കാറ്റഗറിയിൽ നമുക്ക് മത്സരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ 2 കപ്പുകളും കൂടി നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആവശ്യത്തിന് മത്സരങ്ങൾ, അതായത് ഒരു കുട്ടി ഏകദേശം 24 മത്സരങ്ങൾ ഒരു വർഷം കളിക്കത്തക്ക രീതിയിലുള്ള ഒരു അവസരം ഈ ബഡിങ് പ്ലേയേഴ്സിന് കിട്ടും. അപ്പോൾ അവരുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും, അവരുടെ എൻഡ്യൂറൻസ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും, അവരുടെ 11 സൈഡ് ഗ്രൗണ്ടിലുള്ള പ്ലേയിങ് സ്കിൽസ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മുടെ കേരള ഫുട്ബോളിന് ഗുണകരമായ രീതിയിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.